സർവമംഗളമാംഗല്യേ. പൊങ്കാല എന്നത് വെറുമൊരു സങ്കല്പമല്ല. അതിനു പിന്നിൽ ഒരു മഹത്തായ സംസ്കാരവും ചരിത്രവുമുണ്ട്. സാംസ്കാരിക അധിനിവേശത്തിന്മേൽ ദ്രാവിഡ ജനത ആധിപത്യം സ്ഥാപിച്ചതിൻ്റെ ചരിത്രമാണ് പൊങ്കാലയെന്ന് അനുഷ്ഠാനങ്ങൾ കാട്ടിത്തരുന്നു. ദ്രാവിഡ ആചാരങ്ങളിൽ പൊങ്കാലയ്ക്ക് പ്രമുഖമായ ഒരു സ്ഥാനമുണ്ട്. പഞ്ചഭൂതങ്ങളെ ഈശ്വരതുല്യമായി ആരാധിക്കുന്ന മഹത്വവും ദ്രാവിഡ സംസ്കാരത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ഒരർത്ഥത്തിൽ ഈ പ്രത്യേക ആരാധനയുടെ പ്രത്യക്ഷ രൂപമാണ് പൊങ്കാല. ആറ്റുകാൽ ക്ഷേത്ര ഐതിഹ്യവുമായി ബന്ധപ്പെട്ട കണ്ണകി ചരിത പ്രകാരം രൗദ്രഭാവം പൂണ്ട് പാണ്ഡ്യരാജാവിനെ വധിക്കുന്ന ദേവിയുടെ വിജയം ആഘോഷിക്കാൻ വേണ്ടിയാണ് സ്ത്രീകളുടെ കൂട്ടായ്മയിൽ പൊങ്കാലയിടുന്നത്. അരിയും ശർക്കരയും തേങ്ങയും ചേർത്ത് പുത്തൻ മൺകലങ്ങളിൽ ഒരുക്കുന്ന പൊങ്കാല തിളച്ചു തൂവുന്നത് മഹത്തായ സങ്കല്പത്തിൻ്റെയും നന്മയുടെയും പ്രത്യാശയുടെയും പ്രതീകമാണ്. സമ്പത്തിൻ്റെയും പദവിയുടെയും വലിപ്പച്ചെറുപ്പങ്ങളില്ലാതെ കുംഭസൂര്യൻ്റെ ഉഗ്രകിരണങ്ങൾക്ക് താഴെ പാതയോരത്തെ അടുപ്പുകളിൽ സമഭാവനയോടെയാണ് സ്ത്രീകൾ പൊങ്കാല അർപ്പിക്കുന്നത്. എല്ലാ കർമ്മങ്ങളും ഒരേ ശക്തിക്കുള്ള സമർപ്പണമാകുന്നു എന്ന മഹത്തായ സന്ദേശം കൂടിയാണ് പൊങ്കാല. നാരായണീ നമോസ്തുതേ.